നമസ്കാരം. വീരവാദങ്ങളോടെ ആരംഭിക്കുന്ന ടൂറിസം പദ്ധതികൾ തകർന്നടിയുന്നത് തുടർക്കഥയാകുന്നു. വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിനു പിന്നാലെ ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പ് കൊട്ടിയാഘോഷിച്ച ആക്കുളം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിർമ്മിച്ച കണ്ണാടി പാലവും തകർന്നു. ആർഭാടത്തോടെ ഉദ്ഘാടനത്തിന് ഒരുങ്ങവെയാണ് പാലം തകർന്നത്. ആരും കയറാതെ തന്നെ കണ്ണാടി തകർന്നതിൽ ദുരൂഹതയുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് ആൾക്കാർ കയറവെയാണ് ഈ തകർച്ചയുണ്ടായതെങ്കിൽ ആളപായം ഉൾപ്പെടെ വൻ അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു. പാലത്തിലേക്ക് കയറുന്ന ഭാഗത്താണ് ഗ്ലാസ് തകർന്നത്. ഭാരം കൂടിയ എന്തെങ്കിലും വസ്തു ഗ്ലാസിന് മീതെ വീഴാനുള്ള സാഹചര്യവുമില്ല. ആരും ഇവിടേക്ക് കയറിയതായും വിവരമില്ല. ഇതേ സാഹചര്യത്തിൽ പാലത്തിന് കണ്ണാടി തകർന്നതോടെ കണ്ണാടിയുടെ ഗുണനിലവാരം ചോദ്യം ചെയ്യപ്പെടുകയാണ്. സാഹസിക വിനോദം ലക്ഷ്യമിട്ട് 75 അടി ഉയരവും 52 മീറ്റർ നീളത്തിലുമാണ് കണ്ണാടി പാലം നിർമ്മിച്ചത്. ചൈന മാതൃകയിൽ LED സ്ക്രീൻ ഉപയോഗിച്ച് പാലത്തിലേക്ക് കയറുമ്പോൾ ശബ്ദത്തോടെ ചില്ല് തകരുന്ന കാഴ്ചയും പാലത്തിനുണ്ട്. ഒരേ സമയം 20 പേർക്ക് പാലത്തിലൂടെ സഞ്ചരിക്കാനും കഴിയും. കഴിഞ്ഞ മാർച്ച് 13-ന് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് തകർച്ചയെ തുടർന്ന് ഉദ്ഘാടനം മാറ്റുകയായിരുന്നു. നിർമ്മാണത്തിൽ വരുത്തിയ തട്ടിക്കൂട്ടിലാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. കരിക്കകത്ത് നിർമ്മിച്ച ഉയർന്നു പൊങ്ങുന്ന പാലം ഉദ്ഘാടന ദിവസം പോലും ഉയർത്താത്തതും ദുരൂഹത ഉയർത്തിയിരുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുമൊക്കെയാണ് പാർക്കിന്റെ നടത്തിപ്പും പരിപാലനവും. വട്ടിയൂർക്കാവ് MLA പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐക്കാരുടേതാണ് സൊസൈറ്റി. സർക്കാർ കരാറുകളിൽ ഇടനില നിന്ന് പണം തട്ടുകയാണ് സൊസൈറ്റി എന്ന വ്യാപക ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് നിർമ്മിച്ച പാലം തകർന്നത്. ടൂറിസം വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നിർമ്മാണ അനുമതി നൽകി DTPCക്ക് കൈമാറി. DTPC സൊസൈറ്റിയെയും ഒപ്പം കൂട്ടി വകുപ്പ് മന്ത്രിയുടെ ഇഷ്ടക്കാരന് കരാർ നൽകുകയാണുണ്ടായത്. നടത്തിപ്പ് വരവിന്റെ 50% നടത്തിപ്പുകാരനും ബാക്കിയുള്ള 50%-ൽ 25% വീതം സൊസൈറ്റിയും DTPCയും പങ്കിടുന്നതാണ് പാലത്തിന്റെ നടത്തിപ്പ് വ്യവസ്ഥയായി പറയുന്നത്. വലിയ രീതിയിൽ പാർട്ടിക്കാർക്ക് ജോലി ചെയ്യാതെ വരുമാനം തട്ടാനുള്ള പദ്ധതിയാണ് വകുപ്പ് മന്ത്രി ടൂറിസം മേഖലയിൽ ആവിഷ്കരിച്ചതെന്നാണ് ആക്ഷേപം. സംസ്ഥാനമൊട്ടാകെ ജില്ലാ അടിസ്ഥാനത്തിൽ പല രൂപത്തിലും ഭാവത്തിലും പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. CTPCയുടെ തലപ്പത്ത് ഇഷ്ടക്കാരായ ഡിവൈഎഫ്ഐക്കാരെ സെക്രട്ടറിയായി നിയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും ആരോപണമുണ്ട്. ആക്കുളം കണ്ണാടിപ്പാലം പദ്ധതിയിൽ TTPC മുൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളതെന്ന് ആരോപണവും ശക്തമാണ്. കടലിൽ നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ തകർന്നതും വലിയ അഴിമതിയെ തുടർന്നാണെന്ന് ആരോപണം നിലനിൽക്കെയാണ് ഉദ്ഘാടനത്തിന് മുന്നേ കണ്ണാടിപ്പാലവും തകർന്നത്.